ഇപ്പൊ ഇവള് പറയണ് അവനെ കൊണ്ടുവരേണ്ടത് ഞാനാണെന്ന്. രാവിലെ മൊത്തം എന്തോ ഒരു വെളിച്ചെണ്ണ പറ്റിയെന്നും പറഞ്ഞ് ഇന്നത്തെ മൊത്തം പണി എനിക്കാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞങ്ങളങ്ങനെ വന്ന് ഈ കാടുക്കി പാലത്തിന്റെ മുകളിലെത്തിയിട്ടാ. അപ്പൊ ദവിടെ ഞങ്ങൾ ചൂണ്ടിടാൻ വരാന്ന് വെച്ചാൽ ഒരു ലൊക്കേഷൻ അല്ല ശിവേ, അത് കൂടെ വഴിയുണ്ട്. ഈ ഇതവിടെ വഞ്ചിയൊക്കെ കിടക്കണുണ്ടോ? മണ്ണൊക്കെ പോയാ ഒരു കള്ളിൽ മാത്രം മണ്ണ്. ഗുഡ് മോർണിംഗ്. ഞാൻ എനിക്ക് തോന്നുന്നു മുമ്പത്തെ വീഡിയോ നോക്കി എനിക്ക് അറിയാൻ പറ്റും 8 മാസം കൊണ്ടായി ഇതിലത്തെ വെള്ളം മാറ്റിയിട്ട്. കണ്ടിന്യൂ ആ വെള്ളത്തിൽ തന്നെയായിരുന്നു ഇത്ര നാൾ ഇത് ഓടിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞാനിപ്പോൾ മറ്റേ ജസ്റ്റ് പ്ലാന്റ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ഫിൽറ്റർ ക്ലീൻ ചെയ്യാന്ന് വെച്ച് തുറന്നത്. പിന്നെ തോന്നി വെള്ളമൊക്കെ ഒന്ന് മാറ്റി പുതിയതാക്കിയേക്കാം, എത്ര നാളായി എന്ന് വെച്ചിട്ട് ഇന്ന് ഇതേ വെള്ളമൊക്കെ വറ്റിച്ചു, ഫുള്ള് ക്ലീനാക്കി ഇട്ടേക്കണ്. ഇനി പ്ലാന്റ്സൊക്കെ വീണ്ടും നടണം. കുറേ പ്ലാന്റ്സൊക്കെ പോയി, ഞാൻ എടുത്തപ്പോൾ ഒക്കെ ഒടിഞ്ഞൊക്കെ പോയി, എന്താണെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഇടയ്ക്കായിട്ട് പൂപ്പലുണ്ട്, ഇതിൻ്റെ ഇടയിൽ പൂവാണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. അത് എത്ര നാൾ നിന്ന പോലെ ആയിരിക്കാൻ വഴിയില്ല. ഈ പ്ലാന്റ്സിൻ്റെ ആയാലും ഇടയിലൊക്കെ പൂപ്പലുണ്ട്, അതിൻ്റെ ചകിരിച്ചോർമ്മ അതുമയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് നിറയാൻ ചാൻസ് ഉണ്ട്. ഇത് മണ്ണൊക്കെ ഞാൻ വാഷ് ചെയ്ത് വീണ്ടും ഇടാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന LED, അത് നമ്മുടെ പഴയ LED ഞാൻ കാണിച്ചു. പഴയ LED ഒരു സമയം വെള്ളം ഒഴിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിപ്പോയി. അത് അപ്പോൾ വർക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വാട്ടർ പ്രൂഫ് ആണല്ലോ എന്നൊക്കെ ചോദിച്ചിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇത് കത്തണല്ലേ. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കി റെഡിയാക്കി എടുക്കണം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫിൽറ്ററായിരുന്നേ. ഇതുണ്ടാവും മൊത്തം അഴുക്ക് വലിച്ചെടുത്ത് ഇത് കഴുകിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കി ചെളി മയമായിട്ടിരിക്കണം. എന്തായാലും എല്ലാവരും അടിപൊളിയാണ്, സക്സസ് ആണ് എൻ്റെ അക്വേറിയം. ഞാൻ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മാക്സിമം പോയ ഒരാഴ്ച കൂടുതലൊന്നും വെള്ളം മാറ്റേണ്ട ഒരു അക്വേറിയത്തിൽ ഇടുന്നിട്ടില്ല. അപ്പോഴേക്കും ആ അക്വേറിയം ചീത്തയാവുമായിരിക്കും. ഇതിപ്പോൾ ഇത്രയും മാസങ്ങളായിട്ട് അക്വേറിയത്തിൽ വെള്ളം മാറ്റിയിട്ടില്ല. ഫിഷുകൾ 1-2 ചത്തുപോയിരുന്നു. നമ്മൾ എന്തോ കെമിക്കലൊക്കെ ആഡ് ചെയ്തപ്പോൾ അങ്ങനെ വിട്ടുപോയിരുന്നു. അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമൊന്നിനും പറ്റിയിട്ടില്ല. 100% ഹാപ്പിയാണ്ടോ ഈ അക്വേറിയത്തിൽ. ഇതിൻ്റെ മോഡലാണെന്ന് തോന്നുന്നു എഴുതിയേക്കണേ XC62001 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഈ അക്വേറിയം ഇവിടെ ഫിക്സ് ചെയ്യുന്ന വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മളിത് കൊണ്ടുവരുന്നതും ഫിക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ മാളയിലുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. മാളയിൽ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നു, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പിന്നിലുള്ള കട. എൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ഓർക്കാണെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കൊണ്ടുവന്ന അക്വേറിയമാണ്. 6500-800 അങ്ങനെ 2 വില വന്നിരുന്നു. പക്ഷെ അന്ന് ഇത്തിരി വില കൂടുതലാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എങ്കിലും 100% യൂസ്ഫുള്ളായി. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് ആരെങ്കിലും അക്വേറിയമൊക്കെ മേടിക്കാനും വാങ്ങാനും വെക്കാനൊക്കെ ഉദ്ദേശിക്കണമെങ്കിൽ ഇതേ ടൈപ്പ് വെച്ചാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. ഇത് ഗ്ലാസ്സാണ്, ഫൈബറല്ല. ഉണ്ടോ? ഇത് തട്ടുമ്പോൾ ഫൈബർ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഫൈബറല്ല, ചില്ലാണ്, ഫുള്ള് ചില്ല്. ഇതിൻ്റെ തന്നെ ഫൈബറിൻ്റെ വന്നുണ്ട്. അത് കുറച്ചാൾ കഴിയുമ്പോൾ മങ്ങിപ്പോകും. പണ്ട് ഞാൻ കുഞ്ഞിതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്ലാസ്സിന് ഇത്രയും ക്വാളിറ്റി, ആ ക്ലിയർനെസ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ ഈ ഗ്ലാസ് തന്നെ നോക്കി ഇത്തിരി വില കൂടിയാലും ഗ്ലാസ് ഇരിക്കട്ടെ വെച്ചിട്ട് ഇത് മേടിച്ചേട്ടാ. ഇത് ഗ്ലാസ്സാണ് കേട്ടോ, പക്ക ഗ്ലാസ്. പിന്നെ ഈ അടിയിലിരിക്കണല്ലേ, ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, മൊത്തം പൊടിയാണ്. ഇത് ഞാൻ ഒരു മറ്റേ പ്ലാന്റ്സൊക്കെ നട്ട് സെറ്റാക്കാൻ വേണ്ടി മേടിച്ചത് ക്രിസ്റ്റൽ ക്ലിയർ അക്വേറിയമാണ്. ഇത് ഇതുവരെ പാക്കറ്റ് ചെയ്ത് പൊട്ടിച്ചിട്ടില്ല. ഇത് സെറ്റ് ചെയ്യണം എന്തെങ്കിലും. പിന്നെ ഇത് ഞാൻ ഫിൽറ്ററൊക്കെ പുതിയത് മേടിച്ചതാണ്. ഈ ഫിൽറ്ററൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. പിന്നെ ഒരു ലൈറ്റ് പുതിയത് മേടിച്ചിട്ടുണ്ടായി. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ലൈറ്റ് ഇത്തിരി വലുതാണ്, എന്തെങ്കിലും ചെയ്ത് സെറ്റാക്കണം. LED അക്വേറിയം അൾട്രാത്തിൻ 10 സ്ലാം എന്തായാലും കൊള്ളാം. കത്തിച്ച് വയ്ക്കും, അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ അന്ന് അക്വേറിയം മേടിച്ചിട്ടുണ്ടായ മണലും അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ മേടിച്ചിട്ടുണ്ടായ മറ്റേ ഡ്രിഫ്റ്റ് വുഡ് അതൊക്കെയാണിത്. ഇതൊന്നും വെക്കണേ തീരുമാനിച്ചിട്ടില്ലേ, നോക്കട്ടെ. ഇവിടെ മേടിച്ച് വെച്ച് എഡിറ്റിങ്ങിലാണ്, സൂത്രമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ പണി തീർക്കട്ടെ. അഞ്ഞ് ക്ലീൻ ചെയ്ത് വായോ സ്റ്റീവ് ക്ലാസ്സിൽ പോയി. അപ്പോൾ ഞാൻ അത് ഞാൻ പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മണലൊക്കെ ഇട്ട് ചെടികളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ നേരെ ആവുള്ളൂ.
ഈ ഫിൽറ്റർ ഞാൻ ഒന്ന് കാണിക്കാൻ വെച്ചിട്ട് എടുത്തത്. ഇത് നമ്മുടെ ഈ കിച്ചണിലൊക്കെ പാത്രങ്ങളൊക്കെ കഴുകുന്ന മറ്റേ സ്പോഞ്ച് വന്നില്ലേ, അതിൻ്റെ ആ സൈഡിലുണ്ടാവുന്ന പച്ച കളറുള്ള സെയിം സാധനം എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇത് അടിപൊളിയാണ്, വെള്ളത്തിൽ നല്ല സൂപ്പറായിട്ട് ഫിൽറ്റർ ചെയ്യും. പക്ഷെ സാധാ സ്പോഞ്ചിൻ്റെ ഇതിൻ്റെ കൂടെ എനിക്ക് ഒരു ബ്ലാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നോർമൽ സ്പോഞ്ച്, അതൊന്നും അങ്ങനെ ഫിൽറ്റർ ചെയ്യില്ല. പക്ഷേ ഈ സാധനം കുറേ നാൾ നിൽക്കുകയും ചെയ്യും. എനിക്ക് ഈ അക്വറിയം മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായത് ഇങ്ങനത്തെ ആയിരുന്നു. ഇതൊരു 4-5 മാസം നിന്നിരുന്നു എനിക്ക്. ലാസ്റ്റായപ്പോൾ ഞാൻ മാറ്റി സാധാ പഞ്ഞി പോലത്തെ ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും. നമ്മുടെ ഫിൽട്രേഷൻ്റെ സംഭവങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോട്ടർ വരുന്നത് PB480 എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. ജെനക് എന്തോ പേര് വായിക്കാൻ പറ്റണില്ല. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് മീനിടട്ടെ. വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയപ്പോൾ വെള്ളത്തിൽ ഇത്ര ആയിട്ടോ, ഒരു കാഭാഗത്തിൻ്റെ അടുത്തായി. ഇതിട്ട് വെള്ളം ആദ്യം കല്ലിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു, പിന്നെ നോക്കിയപ്പോൾ കുറേ സമയം എടുക്കണം. അപ്പം പിന്നെ ഇങ്ങനെ ഓരോ കപ്പായിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ബക്കറ്റ് കമത്തട്ടെ ഗ്രേസ, പിടിച്ച. മണ്ണൊക്കെ പോയാ? ആ, ഒരു കള്ളിൽ മാത്രം കുറെ മണ്ണ്. ലാസ്റ്റ് നേരെയൊക്കെ ഇടാം. മുമ്പ് ഗാർഡൻ ഹൗസ് ഉണ്ടായിരുന്നു. വെറുതെ വെച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഗാർഡൻ ഹൗസ് ലീക്കാം, പിന്നെ എടുക്കുന്ന വഴിയിലൊക്കെ പോകും. ഇതുണ്ട് നമ്മൾ പുതിയത് ഇന്ന് സെറ്റ് ചെയ്യാൻ പോണ ലൈറ്റ്. കളറ് വൈറ്റ് ആണ്, പക്ഷെ വൈറ്റിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ബ്ലൂ പോലത്തെ 1-2 അവിടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് ബോക്സ് നേരത്തെ കാണിച്ചില്ലേ. പിങ്കും ബ്ലൂ അല്ല, വൈറ്റും ബ്ലൂ കണ്ടോ, അതിന് ടിക്ക് ചെയ്തേക്കണേ. വൈറ്റും ബ്ലൂ ആണ് അപ്പീലുള്ളത്. എത്ര വാട്ടാ മോളെ ഒന്നുകൂടി കാണിച്ച് ആ ബോക്സ്, നേരത്തെ കാണിച്ച സ്ഥലം കാണിച്ച്. 20 വാട്ട് കേട്ടോ. എന്തോരം വെട്ടൊക്കെ ഉണ്ട്, നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളിതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചൊരു മണലുണ്ട് പുറത്ത്. അപ്പോൾ അതേ ഇങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. മറ്റേ ഫിൽറ്റർ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി അക്വറിയത്തിൻ്റെ കൂടെ വരുന്ന ലൈറ്റാണ് ഈ കാണുന്നത്. അതിന് വലിയ വെട്ടമൊന്നും ഇല്ല, നമ്മൾ വേറെ സെറ്റ് ചെയ്താൽ ആവശ്യത്തിന് വെട്ടം കിട്ടുള്ളൂ. പിന്നെ ഇനി ഇത് കണ്ടോ, ഇത് ഞാൻ ഇവിടെ വെക്കാറ്, പക്ഷെ ഇത് ഒരു ഇച്ചിരി സൈസ് കൂടുതൽ. ഇതിനെന്തെങ്കിലും ചെയ്യണം. ഈ സൈഡിൽ 2-3 കട്ടിങ് ഉണ്ട്, അതങ്ങ് കളഞ്ഞിട്ട് സെറ്റ് ചെയ്യണം. എൻ്റെ അമ്മോ, അങ്ങനെ നമ്മുടെ അക്വറിയത്തിൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ സെറ്റപ്പായി. നമ്മുടെ വീഡിയോ കൂടെ കാണാൻ മാത്രം വൃത്തിയില്ലെങ്കിലും ഇതിലും വൃത്തിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ മാറി ഒന്ന് ടെമ്പറേച്ചറൊക്കെ ചെറുതായിട്ടൊന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം ഞാൻ മീനുകളെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ കുറച്ചുകൂടി മീനുകളെ കൊണ്ടിട്ടുണ്ട്. മീനിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വറിയം. ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവണല്ലേന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഇതേപോലുള്ളൊരു ടാക്ക് ഈ സൈഡിലുണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞു ഓട്ടയിട്ട് കൊടുത്തു. അപ്പോൾ വയറ് പുറത്തേക്ക് ഇടാൻ പറ്റിയല്ലോ. അപ്പോൾ കറക്റ്റ് ഫിറ്റായി. നോക്കിയാൽ ചെറിയൊരു ഗ്യാപ്പും ഇല്ല, നല്ല ഫുൾ ഫിറ്റാണ് സാധനം. ഇതാണ് എൻ്റെ കമ്പനി ലൈറ്റ് വരുന്നത്. അതിന് വലിയ വെട്ടമൊന്നുമില്ല. കമ്പനി ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ലൈറ്റ് ഓഫ് ചെയ്യണേ. ഈ ലൈറ്റ് ഓഫ് ചെയ്യും. ഈ വെട്ടമേ ഉള്ളൂ നമ്മുടെ ഒറിജിനൽ ലൈറ്റിന്. ഇതാണ് നമ്മുടെ അഡീഷണൽ നമ്മൾ കൊടുത്തേക്കണ ലൈറ്റ്. ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ അക്വറിയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതിനി ഈ ചെടികളൊക്കെ ജീവിക്കുമല്ലോ എന്ന് അറിയില്ല, കാരണം എല്ലാവരും വേരൊക്കെ ഉണ്ടായിരുന്നു. വേരൊക്കെ പൊട്ടിപ്പോയി, നമ്മൾ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇനി രക്ഷപ്പെട്ട് കിട്ടിയാൽ ഓക്കെയാണ്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് ചെയ്യാൻ വെച്ചേക്കുന്നത്. മുമ്പത്തേന് സ്വിച്ച് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഈ പ്ലാന്റിന് വെള്ളം ഒഴിക്കാറുണ്ട് ഇടയ്ക്ക്. ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം ഇവിടെ വന്ന് ഇതിന്മേക്ക് തെറിച്ച് അങ്ങനെ ആയിരിക്കാം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം പോയിട്ട് ചീത്തയായെന്നാണ് എൻ്റെ ഒരു 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 തീരുമാനം. എന്തായാലും ഇത് തുറന്നൊക്കെ നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ വിചാരിക്കണേ. ഇപ്രാവശ്യം തുടങ്ങിയത് ശ്രദ്ധിക്കണം. ഒരു ഭംഗി തന്നെയല്ലേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ട്. നേരത്തെ കഴിച്ചോണ്ടല്ലേ.
പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയില വറുത്തത്. ഇത് ചാളയാണോ? വലിപ്പുണ്ടല്ലോ. ആണോ? അന്ന് ചാള വറുത്തത്, നെയ്ച്ചാള വറുത്തത്, തേങ്ങ മാങ്ങ ചമ്മന്തി, പയറുപേരി, പിന്നെ നമ്മുടെ ഫാമിൽ നിന്നുള്ള നമ്മുടെ നാടൻ കോഴിയുടെ ഇന്നലെ വെച്ചതിൻ്റെ ബാക്കിയുള്ള ഇച്ചിരി കയ്യിലെന്തായാലും ഇട്ടേക്കണം ഇടൂ. നല്ല മീൻ വറുത്തയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഒരു കഷ്ണം വെച്ചിട്ട് ചൂണ്ടിടാൻ മീനെ പിടിക്കണം. എന്നിട്ട് ഇതേപോലെ കറി കയറുന്ന കടിച്ച് തിന്നണം. രസമുണ്ടാ? ആരോട്? അതിന് ഓണറൊന്നുമില്ല, പോലെ പാടത്തൊക്കെ പോയി പിടിക്കാം. അപ്പൊ രാവിലെ സ്റ്റീവിനെ കൊണ്ടാക്കിയത് ഞാൻ, അത് കഴിഞ്ഞ് അക്കൂറിയും ക്ലീൻ ആക്കിയത് ഞാൻ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവള് പറയണ് അവനെ കൊണ്ടുവരേണ്ടത് ഞാനാണെന്ന്. രാവിലെ മൊത്തം എന്തോ ഒരു വെളിച്ചെണ്ണ പറ്റിയെന്നും പറഞ്ഞ് ഇന്നത്തെ മൊത്തം പണി എനിക്കാണ് സുഹൃത്തുക്കളെ. പുറത്തേക്ക് കിടക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക അനുഭൂതി ഇത് കാണുമ്പോൾ. ഹായ്, എന്ത് രസം. നിങ്ങൾക്ക് അങ്ങനെ രസം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഹാഹാ. അപ്പോൾ സ്റ്റീവിനെ കൊണ്ടുവരട്ടെ. ഞാൻ വെറുതെ പറഞ്ഞുണ്ടാ, പെണ്ണ് നല്ല പണി ഉണ്ടായിരുന്നു കിച്ചണിൽ. എന്തൊക്കെയോ പണികളുണ്ടായിരുന്നു, കറിയും ചോറും വെക്കലും അത് ഇതൊക്കെ ആയിട്ട്. കാറ് ഇറക്കിയിട്ടേക്കായിരുന്നു, കാറിനൊന്ന് കയറ്റിയിട്ടിട്ട് പോവാം. ഒന്ന് കയറ്റിയിട്ടെ. നമ്മുടെ വണ്ടി അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് തന്നെ ഉണ്ടാ എണ്ണി ഓടിയാ. അപ്പം ഞങ്ങൾ ഇനി സ്റ്റീവിനെ എടുക്കട്ടെ. ഇതൊരാള് പോടാ. സ്റ്റീവിൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു കപ്പോള ഉണ്ട് കേട്ടോ, സെൻറ്റ് ജോർജിൻ്റെ. അപ്പം അവിടെ ഈ ദിവസങ്ങളിൽ കൂട്ടുവരുന്നാളാ. സ്റ്റീവ് പോവാ നോക്കാം. അപ്പം ഞങ്ങളങ്ങനെ വന്ന് ഈ കാടുക്കി പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടാ. അപ്പൊ ദവിടെ ഞങ്ങൾ ചൂണ്ടിടാൻ വരാന്ന് വെച്ചാൽ ഒരു ലൊക്കേഷൻ അല്ല സ്റ്റീവേ. അതിൽ കൂടെ വഴിയുണ്ട്. അവിടെ വഞ്ചിയൊക്കെ കിടക്കണുണ്ടോ? അവിടെ നമുക്ക് വരാൻ പറ്റും. അവിടെ മുമ്പത്തെ കടവായിരുന്നു. അപ്പുറത്ത് വഞ്ചിണ്ട്, അവിടെയും കിടക്കണ്ട വഞ്ചിയില്. നമ്മൾ അങ്ങോട്ട് പാലില്ലായിരുന്നു. അവിടെ ചേട്ടൻ ചൂണ്ടിടായിരിക്കുന്നുണ്ട്, കണ്ടാ? വെള്ളത്തില് ഫിഷ് ഉണ്ടോ നമുക്ക് നോക്കാം നാളെ. ഓക്കെ, ഇപ്പല്ല, ഇപ്പൊ നമ്മള് വീട്ടിൽ പോണു. ഇഷ്ടായ കൊച്ചിട്ട്? ഇഷ്ടായ? ഇറങ്ങ്, ഇന്ന് ഇറങ്ങ്. സ്റ്റീവിനെ കുറി ഇഷ്ടായി. ഓ ഇഷ്ടായ? ഷൂരി വേഗം പോയി നോക്ക്, കൊച്ചിന് ഇഷ്ടമുള്ള പോലെയാണോ അപ്പൊ സെറ്റ് ചെയ്തേക്കണേന്ന്. ഇത് നോക്ക് പോയി, ഒന്ന് നോക്കട പോയി. ആദ്യം നോക്കടാ നീ. ഇപ്പോഴാണ് കൊച്ചിന്റെ മുഖം തെളിഞ്ഞത്. ഹാപ്പി? കൊച്ചു രാവിലെ പോയിപ്പോ ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. ഗ്രേസിനേക്കാളും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ മൃഗങ്ങളോടൊക്കെ ഇച്ചിരി കൂടുതൽ ഇൻട്രസ്റ്റ് സ്റ്റീവിനാന്ന് തോന്നുന്നു. ഗ്രേസ് പാട്ട്, ഡാൻസ്,
ക്രാഫ്റ്റ് ഡ്രോയിങ് അങ്ങനത്തേൻ്റെയൊക്കെ കൂടുതലായിട്ട് ഇഷ്ടമാണ്. പക്ഷെ സ്റ്റീവ് എന്ന് പറയുന്നത് വേറെ ഒരു കാറ്റഗറി ആയിട്ട് എനിക്ക് തോന്നിയേക്കണം. രണ്ടുപേരും രണ്ട് ഇതിലാണ്. മിഡുവിൻ്റെ ഇഷ്ടമാണ്, ഗ്രേസിന് കൂടുതലെന്ന് തോന്നുന്നു. സർപ്രൈസ് കാണിക്കാൻ അമ്മേനെ കൊണ്ട് പോകുന്നത്. അപ്പൊ എന്തിട്ടായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്രയും നേരത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇനി പള്ളിയിൽ പോകണം. ഇന്ന് രാവിലെ പള്ളിയിൽ പോയിട്ടില്ല, വൈകുന്നേരമാണ് പോകാൻ പോണത്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. ബൈ ബൈ.